പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് ഈ ചാനലിനെ കുറിച്ചും എന്നെക്കുറിച്ചും രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാനൊന്ന് ശ്രദ്ധിക്കണം. വ്യത്യസ്തമായ രണ്ട് മൂന്ന് വിഷയങ്ങളാണ്. അതിൽ ആദ്യത്തെ വിഷയം, എനിക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ, വാട്സപ്പിൽ ചില വിവരങ്ങൾ കൈമാറുമ്പോൾ അത് വീഡിയോയായി ചെയ്യുന്നില്ല, വാർത്തയായി ചെയ്യുന്നില്ല എന്ന് ചിലരൊക്കെ പരാതിപ്പെടുന്നുണ്ട്. അതിന്റെ കാരണമാണ് എനിക്ക് പറയാനുള്ളത്. തരുന്ന വാർത്തകളിൽ പലതും വാർത്തകളാണെങ്കിൽ ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞാനത് വാർത്തകളായി ചെയ്യാറുണ്ട്. കാര്യം മറ്റു മീഡിയകളും ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ മാത്രമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ മറ്റു ചാനലുകൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾ അവോയ്ഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ചിലർ എനിക്ക് തരാറുണ്ട്, അതിന് ഡോക്യുമെന്റ് ഒക്കെ അയച്ചു തരാറുണ്ട്. അത് മിക്കവാറും വല്ല സാമ്പത്തിക തട്ടിപ്പോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ ഒക്കെ ആയിരിക്കും. ആ വിഷയങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഇടപെടാഞ്ഞിട്ടോ ഒക്കെ അല്ലെങ്കിൽ പരിഹാരം കാണാതിരിക്കുമ്പോൾ സമീപിക്കുന്നതാണ്, എന്നെ പോലെയുള്ളവർ സമീപിക്കുന്നതാണ്. പക്ഷെ അത്തരക്കാരുടെ പ്രശ്നങ്ങൾ ഒരു വീഡിയോയായി അവതരിപ്പിക്കാത്തതിന് കാരണം അവർ നമ്മളോട് സഹകരിക്കുന്നില്ല എന്നതാണ്. അതായത് ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിക്കണം. എന്നാൽ ഈ പറയുന്ന ആളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും ആരോട് പറയാൻ പാടില്ല എന്നതൊക്കെയാണ്. പക്ഷേ വെളിപ്പെടുത്തേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ സാമ്പത്തിക തട്ടിപ്പ്, ഈ ഒരു കൂട്ടർക്കുള്ള അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ കുറെ പണം, കോടിക്കണക്കിന് പണം ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലുമോ കട്ടെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്തത്? അവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരത് ഐഡന്റിറ്റി വെളിപ്പെടുത്തി നമുക്ക് അവർ അഭിമുഖം തരാനോ അല്ലെങ്കിൽ അവരുടെ ഒരു വോയിസ് നോട്ട് തരാനോ ഒന്നും അവർ തയ്യാറല്ല. അവർക്ക് വേണ്ടി നമ്മളങ്ങ് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കെതിരെ കേസുകൾ വരും. ആ കേസുകൾക്ക് സാക്ഷി പറയാൻ പോലും ഈ പറഞ്ഞ ആളെ കിട്ടൂല. എന്തിനാണ് വെറുതെ വള്ളിക്കെട്ടെടുത്ത് തലയിൽ വെക്കുന്നത്? ഞാൻ എടുത്ത് തലയിൽ വെക്കാറില്ല. മുമ്പ് പലർക്കും വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയവരൊക്കെ നമുക്ക് നല്ല വണ്ണത്തിൽ പണി തന്നിട്ടുണ്ട്. കേസുകൾ ഒരുപാടുണ്ട്. പലരും അവർക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ കേസിനും കെട്ടിനും വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്നത് നമ്മുടെ സമയം, അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നത് നമ്മുടെ പണം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് മറനീക്കി പുറത്തു വരാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ യുണീക്കായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കേണ്ടതുള്ളൂ. അത് നിയമപരമായിട്ടായാലും അല്ലാതെ ആയാലും ചാനലിലായാലും എന്നുള്ളൊരു തീരുമാനമാണ് ഒന്ന്. അത് വേറെ നിവൃത്തിയില്ല എന്നിട്ടാണ്. കാര്യം കേസുകൾ പറയാൻ ഞാൻ ഒറ്റയ്ക്കാണ്. ഈ കേസിൽ കൊണ്ട് ചാടിച്ചവരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കൂല, ഒരു കാര്യത്തിലും അവർ സഹായിക്കാനോ, ഒരു ഡോക്യുമെന്റ് നമ്മൾ ആ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി ചില ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമായി വരും, അതിന് പോലും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് അവർ എന്തിനാണ് അത്തരക്കാർ നമ്മൾ സഹായിക്കാൻ ചെന്നിട്ട് കുഴിയിൽ ചാടുന്നത്? അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെക്കുന്നത്. വേറെ ഒരു വിരോധവും എന്നോട് തോന്നരുത്. രണ്ടാമത്തത്, എൻ്റെ വീഡിയോകൾ താഴെ വരുന്ന കമന്റുകളാണ്. കമന്റുകളിൽ സത്യത്തിൽ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം അത്രത്തോളം വിവരദോഷികളാണ് ഇവിടെ കൂടുതൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാനിത് ഇങ്ങനെ തന്നെ പറയുന്നത്, അവരുടെ ആരെയും കുടുംബത്തെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, അവരാരെയും ഞാൻ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. എന്നിട്ടും എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ കുട്ടികളെയും എന്നെയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് തെറി കമന്റുകൾ എഴുതി അപമാനിക്കുന്നത് കാണുമ്പോൾ അവരുടെ സാംസ്കാരിക നിലവാരം എവിടെ എത്തി നിൽക്കുന്നു? നമ്മളൊക്കെ സോഷ്യൽ മീഡിയ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകണം. ഇപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ വന്നിട്ടുള്ള രണ്ട് മൂന്ന് കമന്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ കമന്റുകൾക്ക് കൃത്യമായി എനിക്ക് മറുപടി പറയാൻ കഴിയും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം, എന്താണ് ഖുർആൻ, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വേദഗ്രന്ഥങ്ങൾ, ഞാൻ വേദം പഠിച്ചിട്ടുള്ളവനാണ്, 4 വേദം പഠിച്ചിട്ടുള്ളവനാണ്, ബൈബിളും പഠിച്ചിട്ടുള്ളവനാണ്. എന്താണ് ഋഗ്വേദത്തിൽ, എന്താണ് അഥർവവേദത്തിൽ, എന്താണ് സാമവേദത്തിലൊക്കെ എനിക്കറിയാം. ഞാനത് പഠിച്ചിട്ടുള്ള 3 കൊല്ലം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുമ്പോൾ അതിലൊന്നും കാണാത്തതാണ് ഇവരിങ്ങനെ എഴുതി വെക്കണേ. ഇസ്ലാം എന്താണ്, മുസ്ലിം എന്താണ്, ഖുർആൻ എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തത് വെച്ചിട്ട് മറ്റുള്ള മനുഷ്യരെ, അതായത് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗക്കാരെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്ന വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് സത്യത്തിലുള്ള. അവർ സമൂഹത്തിന് ശാപമാണ്. കാരണം അവർക്കത് പഠിക്കണം. എൻ്റെ ചാനലിൽ ഇതുവരെ 10,000-ലധികം വീഡിയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയധികം വീഡിയോകളുള്ളത് ഏതെങ്കിലും ഒരു മതത്തിനെ, ഏതെങ്കിലും ഒരു വിശ്വാസത്തിനെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അപമാനിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? എന്തെങ്കിലും ഒരു ഹിന്ദു മതത്തിന്, ഇപ്പൊ ഹിന്ദുക്കളുടെ പ്രതിനിധികളായിട്ടാണ് ചിലർ ഇതിനകത്ത് വന്ന് സംസാരിക്കുന്നത്. ഹിന്ദു മതത്തിലെ ഏതെങ്കിലും ഒരു ദേവതാ സങ്കല്പത്തെ, ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തെ എന്തിനെങ്കിലും വിമർശിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായ പദങ്ങൾ ഉപയോഗിച്ച് അതിനെ വിശേഷിപ്പിക്കുകയോ എന്തെങ്കിലും ഞാൻ ചെയ്തായിട്ട് കാണാൻ പറ്റും? വേണ്ട. ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ അങ്ങനെ
ചേർത്ത് കാണിക്കാൻ പറ്റും? പറ്റില്ല. കാരണം എനിക്ക് ഹിന്ദു എന്താണെന്നറിയാം, ഹിന്ദു മതം എന്നറിയാം, ഹിന്ദു മതത്തിലെ ദൈവവിശ്വാസം എന്താണെന്ന് തന്നെ എനിക്കറിയാം, അതിലെ ദേവതാ സങ്കല്പം എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ബഹുമാനമാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതുകൊണ്ട് ഹിന്ദുസ്ഥാനിൽ ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അതേപോലെ ഇസ്ലാം നമ്മൾ ചുറ്റും കാണുന്നൊന്നും അല്ല, എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമിനെ വിമർശിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ പറയുന്ന ചില വിഡ്ഢിത്തരങ്ങൾ കേട്ടിട്ട് നിങ്ങൾ മറ്റുള്ള സമൂഹത്തെ വിമർശിക്കാനും അവരെ ആക്ഷേപിക്കാനും ഒന്നും നടക്കരുത്. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവരെ താഴെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സങ്കടമാണ്. കാരണം നിങ്ങളുടെ വിവരത്തിന്റെ കുറവ് കൊണ്ടാണ് എനിക്ക് സങ്കടം വരുന്നത്. എന്നെ തെറി വിളിക്കുന്നുണ്ടല്ല. എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാനത് എടുക്കാറില്ല. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിക്കുന്ന തെറികളും എന്നെ വിളിക്കുന്ന ആക്ഷേപങ്ങളും ഞാൻ എടുക്കാറില്ല. എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ എടുത്തുകൊണ്ട് പോകില്ലല്ലോ. പകരം നമ്മളത് തന്നവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരെടുത്തില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് സമർപ്പയാമി, അങ്ങനെ ഞാൻ പറയാറ്. അതായത് നിങ്ങൾ വിളിക്കുന്ന തെറികൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടാത്ത നിങ്ങളുടെ വീട്ടിലെത്തിക്കും. പിന്നെ അവരല്ലേ അവിടെ ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കുറച്ചു പേർ എന്നെ വിമർശിക്കുന്ന മറ്റവരുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ എത്രയോ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോയിൽ പോലും ഞാൻ ആരെയും തെറി വിളിക്കില്ല, വിളിച്ചിട്ടില്ല, വിളിക്കുകയില്ല. അത് കാരണം അത് എന്റെ സംസ്കാരമാണ്. എല്ലാ മതവും എല്ലാ ദൈവ സങ്കല്പത്തെയും ഞാൻ ബഹുമാനിക്കുന്നതാണ്, ആദരിക്കുന്നതാണ്. പോകാൻ കഴിയുന്ന അമ്പലത്തിലൊക്കെ ഞാൻ പോകാറുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് മിക്കവാറുള്ള അമ്പലങ്ങളിലൊക്കെ ഞാൻ പോയി ചെണ്ടകൊട്ടാൻ പോയിട്ടുണ്ട്. മിക്ക ഗാനമേളയിലൊക്കെ ഗാനമേള നടത്തിയിട്ടുണ്ട്. ഗിറ്റാറിസ്റ്റാണ്, നല്ലൊരു ഗിറ്റാറിസ്റ്റാണ് ഞാൻ. ചില ക്ഷേത്രങ്ങളിലെങ്കിലും ഞാൻ പാടിയിട്ടുണ്ട്. കടയ്ക്കൽ ദേവീ ക്ഷേത്രത്തെക്കുറിച്ച് 10-12 പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്നും അത് പാടിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്ക് ഞാനൊരു മുസ്ലിമാണ്. അവിടെ കടയ്ക്കൽ ദേവിയെക്കുറിച്ച് പാടുമ്പോഴോ ഇനി അതല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കുറിച്ച് പാടുമ്പോഴോ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പാട്ടെടുക്കുമ്പോഴോ ഒന്നും എനിക്ക് അതിനകത്ത് വേറൊന്നും കയറി വന്നിട്ടില്ല. ഇതൊന്നും പണത്തിന് വേണ്ടി ചെയ്തിട്ടൊന്നുമല്ല. നമ്മളൊരു സ്നേഹം കൊണ്ട്, ഒരു വിശ്വാസം കൊണ്ട്, ആദരവ് കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു പരമാനന്ദ സംഗീതം. ഇതൊരു ഓഡിയോ കാസറ്റാണ്. പരമാനന്ദ സംഗീതത്തിന്റെ ഈ ഓഡിയോ കാസറ്റില് 1995 പാടിയിട്ടുള്ള പാട്ടുകൾ, അതിൽ 12 പാട്ടുകളാണുള്ളത്. ആ 12 പാട്ടുകളിൽ ഏതാനും പാട്ടുകളിൽ എൻ്റെ വരികളുമുണ്ട്. ആ പാട്ടുകളിലെല്ലാം തന്നെ ഗിറ്റാർ പ്ലേ ചെയ്തിട്ടുള്ള ഞാനാണ്. പക്ഷെ ഓഡിയോ കാസറ്റിലാണ് അതുള്ളത്. അത് കാണിച്ചു തരാൻ നിവൃത്തിയില്ല. എൻ്റെ 2-3 മുമ്പുള്ള വീഡിയോയിൽ ഏതോ കുറച്ച് പാട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ക്ലീൻ ആക്കിയിട്ട് അത് മറ്റു മീഡിയയിലെ ഇലക്ട്രോണിക് മീഡിയയിലേക്ക് അത് മാറ്റിയിട്ടില്ല. മാറ്റിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ ജാതി മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് മുമ്പ്, മുസ്ലിങ്ങളെ വിമർശിക്കുന്നതിന് മുമ്പ് അതിലുള്ള ഏതെങ്കിലും തീവ്രവാദികളോ ഇത് മതം എന്താണെന്ന് അറിയാത്ത, വിശ്വാസം എന്താണെന്ന് അറിയാത്ത, എന്താണ് ദൈവമെന്നോ എന്താണ് ഖുർആനെന്നോ അറിയാത്ത കുറെ വിവരദോഷികൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് ഹിന്ദു മതത്തിൽ കുറെ ഇപ്പുറത്ത് കുറെ മുസ്ലിങ്ങളുണ്ട്, അങ്ങനെയുണ്ട്. അത് വിഗ്രഹാരാധനയാണ്, അതാണ് ഇതാണ്. കാഫറുകളെ കണ്ടെടുത്ത് കൊല്ലാൻ പറയുന്നതാണ് ഒന്ന്. അതിന്റെ കാര്യമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തനിയെ തിരുത്തിക്കോളും. പിന്നെ പശുവിന്റെ പേരിലുള്ളത്, ഒരിക്കലും പശുവിനെ ഒരു മുസ്ലിമും അറക്കുന്നില്ല, തിന്നേയില്ല. നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണ്. അത്രത്തോളം ബഹുമാനമാണ് പശുവിനെ. അതുപോലെ ഇസ്ലാം പറയുന്നത് അള്ളാഹ് അല്ലാതെ മറ്റൊരു ദൈവമല്ല എന്നുള്ളത്. ഇസ്ലാമിന്റെ ദൈവം അള്ളാഹ് ആണെന്നുള്ളത്. അത് തന്നെയാണ് ഹിന്ദു മതവും പറയുന്നത്. ഈ അള്ളാഹ് എന്ന് പറയുന്നതിന്റെ മലയാള പദമാണ് ജഗദീശ്വരൻ. ഹിന്ദുമത വിശ്വാസപ്രകാരം ജഗദീശ്വരനാണ് പ്രപഞ്ച സൃഷ്ടാവായ ജഗദീശ്വരൻ, പരമേശ്വരനാണ് ദൈവം. അത്രേ ഉള്ളൂ. അത് മുസ്ലിം വിശ്വാസികൾ അവരെ അള്ളാഹ് എന്ന് വിളിക്കുന്നു, നിങ്ങളത് പരമേശ്വരൻ എന്ന് വിളിച്ചോ, അത്രേ ഉള്ളൂ. ഇത് രണ്ടും മനസ്സിലാകാതെ തമ്മിൽ കിടന്ന് എന്തിനാ കിടന്നടിക്കുന്നത്? അത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. അതുകൊണ്ടാണ് വളരെ തിരക്കപ്പെട്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തത്. നിങ്ങൾ ഇതിന്റെ താഴെ ഒന്ന് തെറിക്കമന്റ് എഴുതുമ്പോൾ, ഇത്തരത്തിൽ മറ്റുള്ളവരെ അപമാനിച്ചെഴുതുമ്പോൾ അത് ബാക്കിയുള്ളവർ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിരിക്കും. ഇയാളൊരു വർഗീയവാദിയാണല്ലോ, ഈ സമൂഹത്തിന്റെ ഒരു വിഷവിത്താണല്ലോ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളോട് മറുപടി പറയാനാകാതെ, അല്ലെങ്കിൽ ഇവരോടൊക്കെ എന്ത് പറഞ്ഞിട്ടാ എന്ന് കരുതി നിങ്ങളെക്കുറിച്ച് മനസ്സിൽ വളരെ മോശമായാണ് ചിന്തിക്കുന്നത്. മനസ്സിലാക്കുക. കാരണം ദൈവം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. മതം എന്ന് പറയുന്നത് ഉറുമ്പുകളെ പോലെയാണ്. ഞാൻ ഉദാഹരണം പറയാറുണ്ട് പലപ്പോഴും. ഒരു ഹിന്ദു മതം പുളിയുറുമ്പാണെന്നുണ്ടെങ്കിൽ ചോനയുറുമ്പായിരിക്കും ഇസ്ലാം മതം, മറ്റൊരു ഉറുമ്പായിരിക്കും വേറൊരു മതം. ഇതിലേതെങ്കിലും ഒരു ഉറുമ്പാണ് സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും വിഭിന്ന സ്വഭാവക്കാരും വിഭിന്ന ആശയക്കാരുമല്ലേ. അപ്പോൾ അത്തരത്തിൽ വിഭിന്നരായി തന്നെ നിൽക്കേണ്ടി വരും. അങ്ങനെ വിഭിന്നരായി നിന്നുകൊണ്ട് അവരവരുടെ ആശയത്തിലും അവരുടെ വിശ്വാസത്തിലും അവനവൻ ജീവിച്ചാൽ മതി. മറ്റുള്ളവരിലേക്ക് നോക്കേണ്ട, മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ട. അതാണ് ലക്കും ദീനിക്കും വലിയ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ ഈ കമ്പാരിസനാണ് കുഴപ്പം. ഇതൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മളെക്കുറിച്ച് നാട്ടുകാർ നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരോട് നല്ലത് പറയണം. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ മതത്തെ മറ്റുള്ളവർ ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവർ ആദരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം. പിന്നെ ആര് തന്നെ ആയിരുന്നാലും, ഏത് മതസ്ഥരായാലും.
different angles. Don't forget to subscribe and support this channel.